ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ ചൊരയ്ക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 300 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ ഒരു വലിയ ചൊരക്കയുടെ ഒരു 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ഈ ചൊരക്കയും പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/4 സ്പൂൺ ഉപ്പും മുങ്ങി നിൽക്കുന്ന അളവിനേക്കാളും കുറച്ച് കുറവായിട്ടുള്ള വെള്ളവും ചേർത്ത് നമ്മൾ 1/4 ഭാഗം വേകുന്നവരെ, നമ്മുടെ ചുരയ്ക്ക 1/4 ഭാഗം വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാ മസാല അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയത്, വറ്റൽമുളക്, കുരുമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ചെറിയ പീസ് പുളി. മിക്സി ജാറിൽ ഇതൊക്കെ ചേർത്ത ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നല്ല ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ മസാല ഇവിടെ റെഡിയാണ്. 1/4 ഭാഗം വെന്ത ചൊരക്കയും പച്ചമുളകും ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതിലേക്ക് ഈ തേങ്ങ മസാല നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ ആക്കിയെടുക്കുക. അത് തിളയ്ക്കുമ്പോൾ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഒരു 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രോൺസ് വെന്ത് കിട്ടും. പ്രോൺസിന് അധികം വേകാൻ സമയം ആവശ്യമില്ല എന്ന് മാത്രമല്ല, അധികം വേവിക്കാനും പാടില്ല, അതൊരുപാട് ഹാർഡായി പോകും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ചെറുതായിട്ട് അരിഞ്ഞ 2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് താളിക്കുകയാണ്. ഈ ചെറിയ ഉള്ളി ഇട്ട് താളിക്കുമ്പോഴാണ് ശരിക്കും ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നത്. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിലായാലും പ്രശ്നമില്ല. അപ്പോൾ താളിച്ചത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചൊരയ്ക്ക കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ പ്രോൺസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ഉണക്ക പ്രോൺസ് ഉണ്ടെങ്കിലും ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കറി ഇതുപോലെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.